അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ നാഗർകോവിലാണിട്ടുള്ളത്. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. ഇപ്പോഴും വെള്ളത്തിൻ്റെ അവസ്ഥ തന്നെയാണ്, വെള്ളം വറ്റിയിട്ടില്ല. ഇത് ഈ ഒരു കുളം ഒട്ടും സ്ലോപ്പില്ല, അത് മാത്രമല്ല വെള്ളം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാർഗ്ഗമില്ല. അതുകൊണ്ട് ഇവരൊക്കെ വെള്ളം ഇങ്ങനെ മുക്കിയിട്ട് ഡ്രമ്മിലേക്ക് ഒഴിച്ചിട്ടാണ് വെള്ളം മാർക്കേണ്ടത്. സമയം ഇപ്പോൾ ഇങ്ങനെ 6:30 ആയിട്ടാണ്. നമ്മളെന്നത്തെ ലോഡ് ഏകദേശം ക്യാൻസലായി പറഞ്ഞത് അവിടെ കണ്ട മീൻ കയറിയില്ല. മീൻ ലോഡ് ആവാത്തതുകൊണ്ട് തന്നെ ആ കുളത്തിൽ മൊത്തം വേസ്റ്റാണ്. ഫുള്ള് വേസ്റ്റ് ആയതുകൊണ്ട്, വേസ്റ്റ് പറഞ്ഞാൽ ഫുള്ള് ഈ പായലാണ്, പായൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മീനെ പിടിക്കാൻ പറ്റുന്നില്ല. മീനെ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർക്കും ടെൻഷൻ, നമുക്കും ടെൻഷൻ, നമ്മളെ ലോഡ് ക്യാൻസലായി. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഇന്ന് രാത്രി പറ്റുമ്പോൾ നിങ്ങൾ ലോഡാക്കിയിട്ട് പറ്റുമ്പോൾ ഞങ്ങൾ പിടിക്കും. അതിനുശേഷം പിന്നെ നമുക്ക് ബാക്കിയുള്ളത് തിരുവനന്തപുരത്ത് കാണാറുണ്ട്. അങ്ങനെ ഒന്ന് ഞങ്ങളിപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ പോവുകയാണ്. സ്റ്റേ ചെയ്യാറ് നമ്മളെ വണ്ടി ഇതാണ്. ഇവിടെ എവിടെയെങ്കിലും നമ്മൾ ടെൻ്റ് അടിക്കും. ടെൻ്റ് അടിച്ചിട്ട് അവിടെ നിൽക്കുകയാണ്. കുളിച്ച് കഴിഞ്ഞാൽ നല്ല സുഖട്ടെ. വെള്ളം നല്ല ചൂടുവെള്ളം, പക്ഷെ കുളിച്ചപ്പോൾ നല്ല സുഖം. ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ചായ ഒന്നും കിട്ടാത്തൊരു ജീവിക്കുക, കുറേ പോവാണ്ട് പുറത്തേക്കൊക്കെ. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം. ഫുഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും ടെൻഷനില്ല. ഫുഡില്ലാത്ത സ്ഥലത്ത് വന്ന് പെട്ട് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ, ബാക്കി നോക്കാം നമുക്ക്. എൻ്റെ മച്ചന്മാരെ, അപ്പോൾ രാവിലെ നേരം വെളുത്തിട്ട ഇന്നലെ ഇവിടെയാണ് കിടന്നത്. ഇവിടെ ഈ ഇത് വിരിച്ചിട്ട് അവിടെ അങ്ങനെ കിടന്ന് അപ്പോൾ അത് നീക്കുകയാണ്. ഞാൻ ഇവിടുത്തെ സ്ഥലം ഒന്ന് കാണിച്ചു തരാം. ഈ ടെറസിൻ്റെ മുകളിലേട്ടാ ഇന്നലെ കിടന്നത്. നമ്മളെ വണ്ടി അവിടെ ഉണ്ട്. ഇവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ കാണാനാണ് കുളം. ഇന്നലെ അവർക്ക് മൊത്തമായിട്ട് മീൻ പിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താ അവിടെ വെയിറ്റ് ചെയ്യാണ് ചെയ്തത്. ഇവിടെ താഴത്തെ കല്ല പാമ്പുകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ വന്ന് കിടന്നത്. ഇന്നലെ അവർ കുറേ നോക്കിയിട്ട് മീൻ പിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ അങ്ങനെ അങ്ങോട്ട് നീട്ടിച്ച് അവരുടെ വണ്ടി കൊടുത്ത് കൊടുക്കുക. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ടല്ലേ, അപ്പോൾ പിന്നെ ബാക്കി കൂടെ മീൻ പിടിച്ചിട്ട് പോവാച്ചു. ഇവിടെ മഴ എന്ന് പറഞ്ഞ സംഭവമൊന്നുമില്ല കേട്ടോ, ഫുള്ള്. പക്ഷെ ഇന്ന് രാത്രി ഇവിടെ കിടക്കാനുള്ള സുഖമാണ്. ഞങ്ങൾ ടെൻ്റ് ഉണ്ട്, ഞങ്ങൾക്ക് ടെൻ്റൊന്നും ഉപയോഗിക്കാതെ തന്നെ ഇന്നലെ ഇവിടെ കിടന്ന്. എൻ്റെ കുളത്തിൻ്റെ ഉൾഭാഗം ഇപ്പോഴും വെള്ളം വറ്റിയിട്ടില്ല. എന്താ വെള്ളം വെച്ചാൽ മീനുകൾ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് മീനെ പിടിക്കാൻ പറ്റുള്ളൂ. എന്ത് പ്രശ്നം എന്ന് വെച്ചാലേ, ഇങ്ങനെ വെള്ളം കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഇതിൽ വെള്ളം പറ്റ മോശമാണ്. മൊത്തം ചളിയാണ് കിടക്കുന്നത്. ഈ പായലിൻ്റെ ചളിയും മൊത്തം ചളിയാണ്. ഈ ചളി മൊത്തം അടിഞ്ഞു വിടുമ്പോൾ മീനുകൾ പെട്ടെന്ന് ചാവാനുള്ള നല്ല ചാൻസ് ഉണ്ട്. പക്ഷെ ഇവരുടെ പ്രശ്നം എന്താ വെച്ചാൽ ഈ വെള്ളം വറ്റാതെ മീനെ പിടിക്കാനും പറ്റും. നമ്മൾ എപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ്, വെള്ളം ക്ലീൻ ആണെന്നുണ്ടെങ്കിലാണ് മീൻ വളർച്ച കിട്ടുള്ളൂ. ഈ വെള്ളം നോക്കി നോക്കുന്നത്. അത് മാത്രമല്ല ഇതിൽ മൊത്തം വേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കുറഞ്ഞ് വെക്കുക. ഈ മീനൊക്കെ കിടക്കുന്നുണ്ട് നമ്മൾ, ഇതൊക്കെ ഈ ചളിയിലാണ് കിടക്കുന്നത്. ഇത്ര ചളിയിലാണ് ഈ മീനൊക്കെ കിടക്കുന്നത്. ഇങ്ങനെ മീൻ വെള്ളം അത്രയും മോശമായിട്ട് കിടക്കുന്ന സമയത്ത് മീൻ ചാവാനുള്ള ഡെത്തിനുള്ള നല്ല ചാൻസും കൂടുതലാണ്. പക്ഷെ ഇവർക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവർക്ക് പിടിക്കാൻ പറ്റുന്നില്ല. ഇതുണ്ടാക്കുന്ന എൻജിനീയർമാരുണ്ടല്ലോ, അത്രയും വലിയ മണ്ടന്മാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തവരോടൊക്കെ പറയാം. ഇത്രയും വലിയൊരു അടിപൊളി കുളം ഉണ്ടാക്കിയിട്ട് ഇതിൽ വെള്ളം പോകാനുള്ളൊരു സെറ്റപ്പ്, അതായത് ഒരു സ്ലോപ്പെങ്കിലും മിനിമം കൊടുക്കുക. മിനിമം ഒരു സ്ലോപ്പ് കൊടുക്കുക എന്നുള്ളത് എത്ര വലിയ മണ്ടനായിട്ടുള്ള എൻജിനീയറാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതാണ്. ഇത് ഇവിടെ ചെറിയൊരു കുഴി എടുത്തിട്ട് ഈ വെള്ളത്തിൻ്റെ വേസ്റ്റെല്ലാം കൂടി അതിൽ അടഞ്ഞിട്ട് മോട്ടർ അടിച്ച് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുഴിയിൽ നിന്ന് വെള്ളം ഒഴിവാക്കാനുള്ളൊരു സെറ്റപ്പ് തന്നെ ചെയ്യാം. ഒന്നുമില്ല, ഇന്ന് വെള്ളം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ പാവം പണിക്കാരെല്ലാവരും കൂടി കഷ്ടപ്പെട്ട് എത്ര നേരം പണിയെടുക്കണമെന്നറിയോ. വല്ലാത്തൊരവസ്ഥ കേട്ടോ. വലിയൊരു കുളം, ഇത്രയും വലിയ കുളത്തിൽ വെള്ളം ഒന്ന് ഇതായി വരാനുള്ളൊരു സ്ലോപ്പ് ഒന്നുമില്ലാത്തൊരു കുളം, ഫുൾ ഫ്ലാറ്റ്, എല്ലായിടത്തും ഒരേപോലെ. അതുകൊണ്ടാണ് ഇതിട്ട് വെള്ളം പറ്റാത്തത്. എങ്ങനെ നോക്കിയാലും വെള്ളം പറ്റില്ല. ഇതിൻ്റെ ഫുഡ് വാൾവൊക്കെ കണ്ട ഹൈറ്റുള്ള ഫുഡ് വാൾവാണ്. ഈ മീൻ വിൽക്കുന്ന ആൾക്കാരെ അവർക്കൊരു ധാരണ എന്താണെന്ന് വെച്ചാൽ,
ഞങ്ങൾ തന്നെ മീനെ പിടിച്ച് കൊണ്ടുപോകുന്ന കാണട്ടാ. അങ്ങനെയല്ല ശരിക്കും സത്യം പറഞ്ഞാൽ. നമ്മൾ അയക്കുന്ന റേറ്റ് ഉണ്ടല്ലോ, ആ റേറ്റ് നിങ്ങൾ ഇതുപോലെ വണ്ടിയുടെ അടുത്തേക്ക് ത്രാസിൽ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് സാധാരണ തൂക്കാറ്. അപ്പോൾ ഇതിനടുത്തേക്ക് നിങ്ങൾ മീൻ എത്തിച്ചിരുന്ന റേറ്റാണ് നമ്മൾ സാധാരണ കൊടുക്കുക. അതായത് നമ്മളിപ്പോൾ സാധാരണ ഒരു കടയിൽ പോയിട്ട് മീൻ എങ്ങനെയാണ് വാങ്ങുക, അതുപോലെ തന്നെ നമ്മൾ മൊത്തമായിട്ട് മീൻ എടുക്കുകയാണ്. അപ്പോൾ ഇതിലൊക്കെ നോക്കിയത്, ഇതിലൊക്കെ മീൻ മൊത്തം വേസ്റ്റാണ്. ഈ മീനൊക്കെ ഞങ്ങൾ ക്ലീൻ ചെയ്യണമെന്നാണ് ആളുകളുടെ ചിന്ത. ഒരിക്കലല്ല, ഈ മീൻ മൊത്തം വേസ്റ്റാണ്. നോക്കിയത് ഇതൊക്കെ ചെത്തുകൊണ്ടിരിക്കുക, മൊത്തം പായല. അതൊക്കെ അല്ല, നല്ല കട്ടിയുള്ള പായല. ഇത് ഒരു സിമെൻറ്റ് ടാങ്കാണ്. ഇതൊക്കെ ഞങ്ങൾ ക്ലീൻ ചെയ്യണമെന്നാണ് ആളുകളുടെ ചിന്ത. ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങൾ മീൻ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊത്തമായിട്ട് റെഡി ക്യാഷിന് 1 ടണ്ണുണ്ടോ 2 ടണ്ണുണ്ടോ എത്രയാണോ നല്ല മീനാണെന്നുണ്ടെങ്കിൽ നേരെടുത്ത് തൂക്കും. അതാണ് സത്യാവസ്ഥ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ ഒരു മാനുഷിക, അതായത് ഞങ്ങൾക്കറിയാം ഈ മീൻ എങ്ങനെ വെച്ച് ചാവുന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മാനുഷിക പരിഗണന വെച്ച് നമ്മൾ ചെയ്യുന്നതാണ്. ഇത് എത്രയും പെട്ടെന്ന് എടുത്ത് ക്ലീൻ ആക്കുന്നുണ്ട്. അല്ലാതെ ഇതൊന്നും ഞങ്ങളെ പണിയല്ല. ഞങ്ങളെ പണി പറഞ്ഞാൽ നേരെ മീൻ എത്ര മീനുണ്ടോ മൊത്തം എടുക്കുക, തൂക്കുക. അതിൻ്റെ പൈസ എത്രയാണോ അത് ആ തൂക്കത്തിനനുസരിച്ചുള്ള പൈസ അത് മൊത്തം റെഡി സ്പോട്ടിൽ പേയ്മെൻറ്റ് കൊടുക്കുക. അതാണ് ഞങ്ങളുടെ പണി. അപ്പോൾ നിങ്ങൾ അത് ഒരു കാര്യം ചിന്തിക്കാൻ കേട്ടോ. ഇതൊക്കെ നോക്കിയത്, ഇതൊക്കെ ഞങ്ങൾക്കാണ് ഇതിൻ്റെ പണി. ഇതൊന്നും ഞങ്ങൾ ചെയ്യണമല്ല, നമ്മളൊരു ഇത് വെച്ചിട്ടാണ്. അല്ല, ഇതൊക്കെ ഇപ്പോൾ ചത്തുപോയ മീനാണ്. ഒന്നാമത് ഇതിലുള്ള വേസ്റ്റ് നോക്കി ഇങ്ങനെ ഇതിങ്ങനെ നമ്മൾ വാശി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് വാശി പിടിക്കുന്ന പോലെ തന്നെ നമ്മളും വാശി പിടിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ മീനൊക്കെ ചാവും. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇവർക്കൊരു നഷ്ടം വരുത്തണ്ടല്ലോ വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യണതാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഇതൊക്കെ നമ്മളെ പണിയാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്യരുത്. ഓക്കെ, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പണിക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പണിക്കാരെ വേണമെന്ന് നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ പണിക്കാരെ എത്ര വേണമെന്നുണ്ടെങ്കിലും 100 പണിക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് തരും. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ല, ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ശരിക്കും നമ്മൾ എടുക്കാതെ പോകേണ്ടതാണ്. പക്ഷെ നമ്മൾ വേസ്റ്റ് 2-3 ക്ലീൻ ചെയ്തിട്ടുള്ള ഇതാണ്. എന്നിട്ട് അതിലെ പാടമൊന്നും ചിന്തിച്ചിട്ടില്ല. മീൻ ചത്തു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇവര് വിശ്വസിക്കുന്നില്ല. നോക്കൊരു മീനെ കൊണ്ടുവന്നിട്ട് അവസ്ഥയാണ്. ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണമെന്നാണ് ഒരു ചിന്ത. മീൻ ഇങ്ങനെയൊക്കെയാണ് കൊണ്ടുവന്നിട്ട്. ഇത് പറയുന്നത് സിമെൻറ്റ് ടാങ്കാണ്. വേണ്ട അവർ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കറിയില്ല. നമ്മളെ കൊണ്ട് പറ്റുമ്പോൾ നമ്മളെ സഹായിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. നോക്കി നേരെ കണ്ടോ, ഫുൾ ചളിയായി. எவ்வளோ மீன் இருக்கு நீ? கொஞ்சம் இருக்கும். இன்னும் 2 டம் வரும். 2 டம்மா. எல்லாம் பெருசா? எல்லாம் சின்னதா? பெருசு. இந்த மாதிரியா? அது கொஞ்சம் பெருசு. சரி.